സന്തോഷമായിട്ട് ഈ കെട്ടിയൊരുങ്ങി എവിടെ പോകാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കാവടി തുള്ളി പോയിട്ട് ട്രാജഡി ആയിട്ട് തിരിച്ചു വന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയിട്ട്. ഗ്യാസ് തീർന്നു, വേറെ ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. രാവിലെ ഗ്യാസ് കിട്ടത്തുള്ളൂ, അപ്പോൾ എന്തായാലും പുറത്തുനിന്നേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ആദ്യം ഒരു ഹോട്ടലിൽ കയറി. അവിടെ തിരക്ക് ബഹളവും കാരണം നമ്മൾ തിരിച്ചിറങ്ങി. കാര്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, നമുക്ക് കാത്തു നിൽക്കാനുള്ള ആ ഒരു മനസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേറെ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ആണെങ്കിൽ പൊന്നെ വാതിൽ കിടന്തള്ളുവാണ് ആളുകൾ. ഞാനപ്പോൾ ഇക്കാലത്ത് പറയാം, എല്ലാവരും വെപ്പും കൂടിയൊന്നുമില്ല, എല്ലാവരും ഹോട്ടലിൽ നിന്നാണോ കഴിക്കുന്നത്, കാര്യം വിശന്നിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ മൂന്നാമതൊരു ഹോട്ടലിൽ കയറി. അവിടെയും തിരക്ക് കാരണം നമ്മൾ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു, വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല പനീർ ബട്ടർ മസാലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം, നല്ല മസാല ദോശയോ പനീർ ദോശയോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. വെജ് കഴിക്കാനായിരുന്നു. പക്ഷേ അവസാനം ഒരു നോൺ വെജ് ഹോട്ടലിൽ കയറി. അവിടെ ആണെങ്കിൽ കയറി ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു വിഷമം വന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മാത്രമേ ഉള്ളായിരുന്നു. എന്തോ രാത്രി ആയതുകൊണ്ടായിരിക്കും, നമ്മളും ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ചിക്കൻ ഫ്രൈ വന്നിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണെന്നറിയാം പൊറോട്ട വന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റാഫൊക്കെ നാട്ടിൽ പോയിരിക്കുകയാണ്, കുറവാണ് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല, അവരും മനുഷ്യരല്ലേ. പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ബട്ട് നമ്മൾ വെജിറ്റേറിയൻ കഴിക്കണം എന്നൊരാഗ്രഹത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഒരു സന്തോഷമില്ലാത്ത. പിന്നെ മോനാണെങ്കിൽ പൊറോട്ട കഴിക്കത്തില്ല, അവന് പിന്നെ ലൈം ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചു. കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിന്. വീട്ടിൽ പോയിട്ട് അവന് ഫുഡ് കൊടുക്കണം, അതാണ് അതിനേക്കാൾ വലിയ ഇത്. അപ്പോൾ ദോശ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവിടുന്ന് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വീട്ടിൽ വന്ന് പിന്നെ ഫ്രഷായി അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് എന്തോ ഒരു സന്തോഷമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.